ഹലോ ഗൈസ്, മലയാളം പത്രമാറ്റില് അനിയും അനാമികയും വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ പാടെ തന്നെ അനാമികയ്ക്ക് കുറച്ച് ഗോൾഡ് അച്ഛനെ ഏൽപ്പിക്കണം. ഗോൾഡ് ഒക്കെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് മറുപടി പറയുന്നായിരുന്നു അനാമികയുടെ മുന്നിലെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അത് തിരുത്താൻ വേണ്ടിയിട്ട് അനാമിക തന്ത്രപൂർവ്വം ഒരു കളി കളിക്കുന്നുണ്ട്. അതായത് അത് നയനയുടെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അനാമികയുടെ നിർഭാഗ്യവശാൽ അത് ആദർശ് കയ്യോട് പിടികൂടുന്നുണ്ട്. അപ്പൊ ആ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അനാമികയുടെ അച്ഛൻ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ അച്ഛാ. മോളെ, ഞാൻ വിളിച്ചത് അർജന്റായിട്ട് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. അച്ഛാ, എന്റെ വിവാഹം കഴിഞ്ഞല്ലോ അച്ഛാ. 1-2 ദിവസം സമയം തരാതെ ഞാൻ പൈസയ്ക്ക് എവിടെ നിന്നിട്ട് തരാനാ? മോളെ, ആ ആദർശിന്റെയും നയനയുടെയും മുന്നിൽ നമ്മളിപ്പോൾ നാണം കെട്ടിയിരിക്കുകയാണ്. ആ പൈസ അവർ കൊടുക്കുന്നേക്കാളും മുമ്പ് നമ്മൾ കൊടുത്താലേ അവരുടെ മുന്നിൽ ഒരു നിലയും വിലയും നമുക്കുണ്ടാകും. കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ പോരെ? എന്നാലും എൻ്റെ അച്ഛ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കയറി വന്നതേ ഉള്ളൂ. അതിന് മോള് പൈസ എടുത്ത് തരണമെന്നല്ല അച്ഛൻ പറയുന്നത്. മോൾക്ക് അച്ഛൻ തന്ന ഗോൾഡില്ലേ, അതിൽ നിന്ന് ഒരു 50 പവൻ ഇങ്ങോട്ട് തന്നാൽ മതി. അച്ഛ, ഗോൾഡ് ആണെങ്കിലും പണമാണെങ്കിലും എന്തായാലും ഇപ്പൊ തന്നെ എനിക്ക് തരാൻ പറ്റില്ലല്ലോ. എല്ലാവരും വന്ന് എൻ്റെ ഗോൾഡൊക്കെ നോക്കില്ലേ. ഷെടാ, ഞാനിവിടെ വാലിന് തീപിടിച്ച് നടക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ മോളെ. ദേ, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? നീ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി പറ്റണമെന്ന് മാത്രമാണ്. ഇപ്പം അത് സാധിച്ചു. ഇനിയിപ്പോൾ കുറച്ച് താറ കളി കളിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അപ്പം തന്നെ ദേവ്യാനും ജലജയും അനാമികയുടെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, അതെ ഇങ്ങോട്ടാരോ വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കാണേ. ഇതും പറഞ്ഞ് അനാമിക ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ദേവ്യാനെ ചോദിക്കുന്നുണ്ട്, ആഹാ, ആരൊക്കെ വിളിച്ചോണ്ടിരുന്നത്? എന്തിനാ ഞങ്ങളെ കണ്ട് ഫോൺ കട്ട് ചെയ്തത്? സംസാരിച്ചൂടായിരുന്നോ? അല്ല, അത് അർജന്റൊന്നുമല്ല, എൻ്റെ 1-2 ഫ്രണ്ട്സ് ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാ, മോളുടെ ഫ്രണ്ട്സ് ഒന്നും കല്യാണത്തിന് ഇങ്ങോട്ട് വന്നില്ലേ? ഓ, വന്നിട്ടുണ്ടല്ലോ. അപ്പം ജാനകി പറയുന്നുണ്ട്, ഇതൊക്കെ നിന്റെ അച്ഛൻ തന്ന ഗോൾഡാണോ? അതെ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ജലജെ, നീ തുടങ്ങിയോ? ഒന്ന് മിണ്ടാതിരുന്നേ. ഇവളിങ്ങനെ തന്നെ മോളെ, എന്തൊക്കെ ഇവളുടെ വായിലൂടെ വരുമെന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ജലജ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ 2 ഒരുത്തിമാരുണ്ട്. ഏതിന്റെ ഒരു 1/4 ഭാഗം സ്വർണം പോലും അവരുടെ കഴുത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, അതെ അതെ, എന്നെയും ജലജയും ഒക്കെ പറ്റിച്ചു വന്ന കള്ളക്കൂട്ടങ്ങളാ അത്. എന്നാലും എനിക്ക് സ്വർണത്തോടൊന്നും താല്പര്യമില്ല. എന്നാലും അവർ ഞങ്ങളെ ചതിച്ചില്ലേ, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കും ഇനി അങ്ങോട്ട്. അതുകൊണ്ട് തുടക്കം തന്നെ ഞങ്ങൾ കൊളാക്കുന്നില്ല. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഗോൾഡൊക്കെ നന്നായി സൂക്ഷിച്ചെടുത്ത് വെക്കണം. ഗോൾഡിൻ്റെയൊക്കെ വില ഇപ്പം മൂക്കറിയാലോ. എത്ര പൊന്നിൽ കുളിച്ചെടുക്കുന്നവരാണ് നമ്മളെങ്കിലും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ തന്നെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആഹാ, എന്നേക്കാൾ മുമ്പ് നിങ്ങൾ 2 പേരും ഇവിടെ എത്തിയോ? ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ മോളെ ഒന്ന് കാണാന്ന് കരുതി. അപ്പൊ ജലജ പറയുന്നുണ്ട്, മോളെ നിനക്ക് ജ്യൂസ് വല്ലതും വേണോ? ഇപ്പൊ എനിക്കൊന്നും വേണ്ട. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, മോളങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തോന്നുന്നു. ദേ, ശരീരമൊക്കെ ഒന്ന് നേരാക്കി എടുക്കാനുണ്ട്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോളെ ഗോൾഡൊക്കെ അമ്മ എടുത്തു വെച്ചോളാം. എല്ലാവരുടെയും ഗോൾഡ് വെക്കുന്ന ലോക്കേഴ്സിന്റെ വരെ അതിലൊരു ലോക്കറിൽ മോൾഡും വെക്കാം. അയ്യോ, അത് വേണ്ടമ്മേ. അതെന്ത് പറ്റി മോളെ? അല്ല, ഇത് ഇപ്പൊ ഇവിടെ ഇരുന്നോട്ടമ്മേ. എനിക്ക് മനസ്സിലായി. ഇതേ മോൾക്ക് എപ്പോൾ ആവശ്യം വന്നാലും അവിടെ ഉണ്ടാകും. അവിടെ ചെന്നൊന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊന്നും മുറി സൂക്ഷിക്കുന്ന അത്ര നല്ലതല്ല. മുറി അടിക്കാനും തുടയ്ക്കാനൊക്കെ പല ആളുകളും വരുന്നതാ. പ്രത്യേകിച്ച് ഈ കല്യാണത്തിന് സമയമായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോക്കറിൽ എടുത്തു വെക്കാന്ന്. മോളിങ്ങ് തന്നേക്ക്, ആവശ്യം വരുമ്പോൾ അമ്മയോട് ചോദിച്ചാൽ മതി. കല്യാണത്തിന് എല്ലാം ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഗോൾഡാ, അതിൽ നിന്നൊക്കെ ഒരെണ്ണം നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഗോൾഡ് ഇപ്പോഴും ആ ലോക്കറിൽ തന്നെ കിടപ്പുണ്ട്. ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എടുത്തിടാറുണ്ടെന്ന് മാത്രം. അപ്പൊ ദേവ്യാനെ പറയുന്നുണ്ട്, അതെ അതെ, എത്ര കാലം മുന്നേയുള്ള സ്വർണ്ണങ്ങൾ വരെ ഞങ്ങളെടുത്തുണ്ടെന്ന് അറിയോ? മോൾക്കിനി മോളുടേത് മാത്രമല്ല, ഞങ്ങളിൽ നിന്ന് എന്ത് ഇഷ്ടപ്പെട്ടാലും അതും എടുത്തിടാം. മോൾക്കതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുക്കണമെങ്കിലും എടുക്കാം. ഒന്നും മറുത്തു പറയാൻ കഴിയാതെ നിൽക്കുക കേട്ടോ അനാമിക. എങ്കിൽ പിന്നെ ശരി, മോൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് അങ്ങോട്ട് പോയി കൊടുക്കാം. ഇതും പറഞ്ഞിട്ട് അവർ 3 പേര് അനാമികയുടെ ഗോൾഡ് എടുത്ത് ലോക്കറിൽ കൊണ്ടുവെക്കാൻ പോവാണ്. അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വരോ, ഇതെന്തൊരു പരീക്ഷണം എനിക്ക്. അയ്യോ, ഈ കുരിക്കിന്ന് ഞാൻ എങ്ങനെ ഇപ്പൊ ഒന്ന് തലയൂരുക. അയ്യോ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അങ്ങനെ കുറേ അനാമിക ആലോചിച്ചതിന് ശേഷം അനാമികയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ലോക്കറിൽ പോയിട്ട് കുറച്ച് ഗോൾഡ് എടുക്കുക, എന്നിട്ട് അതിൽ അനാമികയുടെ ചെയിനിൽ നിന്ന് 2-3 എണ്ണം നയനയുടെ ഷെൽഫിൽ കൊണ്ടുവെക്കുക. ഈ ഐഡിയ ഏതായാലും കൊള്ളാം. ഇത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഒരു കലഹമായി എനിക്ക് ത്രില്ലടിക്കും ചെയ്യാം. ദേവയാനിക്ക് ഇത് തന്നെ ധാരാളം. രണ്ടും പരസ്പരം ഇടിച്ചിടിച്ച് പിരിഞ്ഞോളൂ. തുടക്കി ഇവിടുന്ന് തന്നെ ആവട്ടെ. ഇതും പറഞ്ഞ് അനാമിക പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അനിയുടെ മുന്നിൽ ചെന്ന് പെടുകയാണ്. അനിയല്ലേ ഇപ്പൊ ഇങ്ങോട്ട് പോയത്? എന്നെ കണ്ട ഭാവം പോലും ഇല്ല. അനി, എന്താ അനാമികെ? ദേ, നീ എന്നെ ഇവിടെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ടെന്താ ഒന്നും മിണ്ടാഞ്ഞത്? ഇപ്പോഴും ആ നന്ദുവിനെ ആലോചിച്ച് നടക്കുക തന്നെയാണോ? ദേ അനാമികെ, നീ എന്താ വഴക്കിടാൻ വരികയാണോ? എനിക്ക്
തല വെട്ടിപ്പൊളിയുന്ന വേദനയുണ്ട്. നീ ഒന്ന് എന്നെ വെറുപ്പിക്കാതെ ഒന്ന് പോയി തരുമോ? ഓ, ഞാൻ പൊയ്ക്കോളാമേ. എന്തായാലും എൻ്റെ കാര്യം നടക്കണേ, ഇപ്പം തൽക്കാലം അനിയെ വിട്ടേക്കാം. ഇതും പറഞ്ഞ് അവിടുന്ന് അനാമിക പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല നീ അങ്ങോട്ട്? അതെ, അങ്ങോട്ടേക്ക് വല്യമ്മ പോകുന്നത് കണ്ടു. വല്യമ്മയുടെ ഒരു കാര്യം ചോദിക്കാനാ. ഓ, എന്നാ ശരിയെന്നും പറഞ്ഞ് അനി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ തന്നെ അനാമിക ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ട് കേട്ടോ. ഇനി കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ലോക്കറിൽ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പോഴാണ് വരുന്ന വഴിക്ക് നയനയെ കാണുന്നത്. എങ്ങോട്ടാ? അത് അമ്മേ, ഈ ഗോൾഡ് എവിടെ കൊണ്ടുവെക്കാനാ? ഓ, നിനക്കൊക്കെ പിന്നെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ വേണ്ട മാതിരി ഗോൾഡ് എടുക്കാലോ. ഇതൊക്കെ ആശിച്ച് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നതും. എന്തിനാ അമ്മ എന്നെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? എന്തിനാ അമ്മ ഇങ്ങനെ കുത്തി സംസാരിക്കുന്നത്? നിർത്തടി, നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. നിന്നെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാലേ എൻ്റെ നാവിന് പോലും അറുപ്പാടി. ചെല്ല്, അതെങ്കിലും നടക്കട്ടെ. ഇതും പറഞ്ഞ് നയനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അനാമിക 50 പവൻ ഗോൾഡ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് നയന അങ്ങോട്ട് വരുന്നതും. അനാമികയാണെങ്കിൽ തന്ത്രപൂർവ്വമായിട്ട് ക്യാമറ ഒക്കെ മറച്ചതിന് ശേഷം കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നയന അങ്ങനെയല്ല. നയന നേരിട്ട് വന്നിട്ട് ഗോൾഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ചെയിന് താഴെ വീണ് എടുക്കുന്ന കണ്ടപ്പം അനാമികയുടെ ഷെൽഫ് തുറക്കുന്നു, അതിലേക്ക് ആ ഗോൾഡ് എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അതൊക്കെ തെറ്റായ രീതിയിലായിരിക്കും മറ്റുള്ളവർ അത് കാണുമ്പോൾ എടുക്കുക. അപ്പോൾ അടിപൊളി ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത്. എന്നാൽ ആദർശ് അത് തെളിയിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ നയനയല്ല അതൊന്നും ചെയ്തത്, അനാമികയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.